കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. ഒത്തുതീർപ്പിന്റെ ആവശ്യം NSSന് ഇല്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പെരുന്ന സന്ദർശനം വ്യക്തിപരം മാത്രമാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നുമില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശരിദൂരവും രാഷ്ട്രീയത്തിൽ സമദൂരവും എന്ന നിലപാട് ഇപ്പോഴും തുടരും. പെരുന്നയിലെത്തിയവരോട് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. BJP നേതാക്കൾ വരുന്നതിനെ പറ്റി അറിയില്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജി സുകുമാരൻ നായർ 24നോട് പ്രതികരിച്ചു. അവര് വന്നേച്ചത് സ്വാഭാവികമായിട്ടുള്ള വെച്ചിട്ടിനകത്തേക്ക് പോകുന്നു. രാഷ്ട്രീയമൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒത്തുതീർപ്പിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിഷയത്തിൽ കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ശരി ദൂരം എടുത്തു എന്നുള്ളേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സമദൂരം തന്നെ. ഞങ്ങള് നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. മാറിയതൊക്കെ ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇന്നലെ PJ കുര്യൻ സാർ വന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരാരും അതിന് ചുമതലപ്പെട്ടവരല്ലല്ലോ ചർച്ച ചെയ്യാനായിട്ട്. അവര് വന്ന് വ്യക്തിപരമായ വിസിറ്റ് ആയിരുന്നു. അത് കാര്യങ്ങൾ സംസാരിച്ചു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. വിശ്വാസത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം NSSന്റെ നിലപാടാണ്. ആ കാര്യത്തിൽ അതിനനുകൂലമായ സാഹചര്യം എവിടുന്നുണ്ടായോ അവരുമായി സഹകരിക്കുക. ആ കാര്യത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാര് ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. പോലെ അതെ 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 അതെ. ഈ BJP നേതാക്കൾ വരുന്നുണ്ട് എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ BJP? ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. ഈ കരയോഗങ്ങളിലെ പ്രതിഷേധത്തിന് പിന്നിൽ ആരാണെന്നാ സാർ കരുതുന്നത്? അത് ചുമ്മാ NSS വിരുദ്ധരും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്നവരുമാണത്. നായന്മാര് മുഴുവൻ NSSകാരാണെന്ന് പറയാൻ ഒക്കുമോ? അതൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്ത് അംഗമാകാനുള്ളവര് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് എല്ലാരും കൂടെ അവിടെ തരത്തിന് ഒപ്പിച്ച് ഫ്ലെക്സ് വെക്കുന്നു, അത് വെക്കുന്നു, ഇതൊന്നും ആക്കുക. അതിന്റെ പാട്ടിന് പോട്ടെ. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ അതൊന്നും ഏശത്തുമില്ല. അത്തരം പ്രതിഷേധങ്ങൾ അവഗണിക്കുക എന്നുള്ളതാണ് സമുദായ നേതൃത്വത്തിന്റെ സമീപനം അല്ലേ? പൂർണ്ണമായിട്ടും അവഗണിച്ചല്ലോ അതെല്ലാം. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബി ദിലീപ് കുമാർ, ഇവിടെ ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നതിനിടെ പറയുന്നുണ്ട്, ഞങ്ങൾ മാറിയിട്ടില്ല, ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണ്, മാറിയത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നപ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ നിലപാട് മാറ്റി എന്ന് പൊതുവെ ഉയരുന്ന ആ വിമർശനം അല്ലെങ്കിൽ ആ കാര്യം, ആ വാദം തന്നെയാണ് ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചപ്പോഴും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. പിന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന അനുനയത്തിന് നടക്കുന്ന നീക്കങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല, വരുന്നവർക്ക് വരാം, കണ്ടിട്ട് പോകാം, പക്ഷേ രാഷ്ട്രീയം പറയാനില്ല എന്നതാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാട്. അപ്പോൾ ഒരേ സമയം CPM-നോട് നിങ്ങൾ നിലപാട് മാറ്റി എന്നും കോൺഗ്രസിനോട് ഇനി അതിന്മേൽ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരണ്ട, ഈ രണ്ട് സന്ദേശം ജനറൽ സെക്രട്ടറി നൽകുന്നുണ്ട് എന്നതാണ് ഈ ഹ്രസ്വ സംസാരത്തിൽ തോന്നിയത്. അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലേ? വിജയകുമാർ അല്പം മുമ്പ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിജയകുമാറിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രസക്തമായതും പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ, അത് UDF നേതൃത്വം ഇപ്പോൾ NSSന്റെ ഈ നീക്കത്തിൽ പകച്ചു നിൽക്കുകയാണ്. അതിനിടെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, ആരും ചുമതലപ്പെടുത്തിയവരല്ല ഇവരെന്ന് ഈ സുകുമാരൻ നായർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ഏതാണ്ട് സാധൂകരിക്കും വിധം തന്നെയാണ് VD സതീശൻ രാവിലെ നടത്തിയ പ്രതികരണം. അത്തരം ചർച്ചകൾക്ക് NSS നേതൃത്വവുമായി ഒരു ചർച്ച നടത്തുന്നതിന് ആരെയും ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിട്ടില്ല, വ്യക്തിപരം എന്ന നിലയിലാണ് പലരും ഈ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് എന്നാണ് VD സതീശനും പറഞ്ഞത്. അതിനെ ശരിവെക്കുകയാണ് ജി സുകുമാരൻ നായരും. കാരണം അങ്ങനെയുള്ള ചർച്ച ആരെങ്കിലും ചുമതലപ്പെട്ടവർ വന്ന് അവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തുന്നില്ല എന്ന കാര്യം ജി സുകുമാരൻ നായർ പറയുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് NSS ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് ശരിദൂരം തന്നെ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുകുമാരൻ നായർ. ചില കരയോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് ജി സുകുമാരൻ നായർ ആ നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത്. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ
അത് ആ നിലപാട് ശരിദൂരം തന്നെയാണ് NSSന്റേത്. സമദൂരം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണുള്ളത്. ആ നിലപാട് തുടരുകയാണ് എന്നും ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിൽ വികസനം, ഈ ക്ഷേത്രങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട്, വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയായിരിക്കും NSSന്റേത്. NSS അതിന്റെ മുൻ നിലപാടിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. മാറ്റം വരുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നത്, മാറ്റം വരുത്തിയത് സർക്കാരാണ് എന്ന കാര്യമാണ് പരോക്ഷമായി പറയുന്നത്. അത് ഈ ഇത്തരത്തിൽ നേരത്തെ 2019 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ നടപടികൾ, അതിൽ നിന്നൊക്കെ സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അങ്ങനെ ആ നിലപാട് മാറ്റമുണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, NSSന്റെ ഭാഗത്തു നിന്നല്ല എന്ന കാര്യവും ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. ഇപ്പോഴുയരുന്ന ഈ പ്രതിഷേധങ്ങളെയൊന്നും വകവയ്ക്കുന്നതേ ഇല്ല NSS നേതൃത്വം. മാത്രമല്ല എല്ലാ നായന്മാരും NSSൽ അംഗമല്ലല്ലോ എന്ന കാര്യം കൂടി സുകുമാരൻ നായർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ NSSന്റെ ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റമില്ല. ഒരു അനുനയ നീക്കത്തിനും ഇപ്പോൾ NSS വഴങ്ങുന്നില്ല എന്നു തന്നെയാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.